Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 106.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. $23,654 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. 23,654.50. അപ്പോൾ 23,650 മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് നമ്മൾ 22,750 ലെവൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 750 ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു 3 മണിയോടുകൂടി വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺഫോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡേ ലോ വന്നിട്ടുണ്ടായിരുന്നത് 23,500 താഴെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 23,484.75 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് ആ ഒരു ഡേയിലോ. എന്തായാലും ഇന്നൊരു പുൾ ബാക്ക് ആണ് വന്നിട്ടുള്ളത്. അഗെയിൻ ഡൗൺ ആവാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വീക്ക്ലി ക്ലോസിങ്ങിനെ കുറിച്ച് നമ്മൾ ക്ലോസിങ്ങിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. അഗെയിൻ സപ്പോർട്ട് ലെവൽ 350 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 350 ആണ് രണ്ടാഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പുൾ ബാക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 23,700 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ്, അതുപോലെ തന്നെ 23,750 23,650 നോക്കാം. രണ്ട് സ്ട്രൈക്ക് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 23,600 കോൾ ഓപ്ഷനും 23,650 കോൾ ഓപ്ഷൻ. പക്ഷേ ഈ സ്ട്രൈക്ക് പ്രൈസ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. $23,650 call option and put option, 700 put option കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം വാച്ച് ലിസ്റ്റിലേക്ക്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ 106.75 ആണ് ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. 106.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 23,547.75 ആണ്.
അപ്പോൾ ഒരു 550 ലെവലിൽ ക്ലോസ് ചെയ്ത് 650 ലെവലിൽ ഓപ്പൺ ചെയ്തു. അഗെയിൻ ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. 23,614.50 ആണ് ഇതുവരെയുള്ള ഡേ ലോ. നമുക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് ഈ 5 മിനിറ്റിൽ കാണിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ ഡേ ക്ലോസിംഗ് ആണ് 550 എന്ന് പറയുന്നത്. എന്തായാലും ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രി എങ്ങനെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ അത് ഈ ഒരു ഡൗൺഫോള് കണ്ടിന്യൂ ചെയ്യുമോ നോക്കാം. ഓപ്പണിങ്ങിന് ശേഷമുള്ള ഒരു ബാരിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ 23,550 ലെവലിലേക്ക് 550, 540 ലെവലിലേക്ക് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു സപ്പോർട്ട് ലെവൽ കൂടിയാണ്. അതിനുശേഷം എൻട്രി കൺഫർമേഷൻ വന്നതിന് ശേഷം ഡയറക്ഷൻ കൺഫർമേഷൻ വന്നതിന് ശേഷം എൻട്രി കൂടി നമുക്ക് കൺഫേം ആയതിനു ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, മാർക്കറ്റ് ഒരു ലോവർ ലോ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെവലൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. യെസ്, 2 ലോട്ട്സ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. 143, ഓൾമോസ്റ്റ് 143യിലാണ് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ എന്തായാലും നേരത്തെ ഒരു ലോവർ ലോ ഫോം ചെയ്തിട്ടൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു റിവേഴ്സൽ ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഇവിടെ നിന്ന് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എൻട്രി ചെയ്തിട്ടുള്ളത്. 166 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചൊരു റിസ്കി ട്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റിസ്ക് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ എൻട്രി കുറച്ചുകൂടി ഒരു കാൽക്കുലേറ്റഡ് എൻട്രി ആയതുകൊണ്ട് സപ്പോർട്ട് ലെവലിലേക്ക് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. 155 ആണ് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ വരുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും 160ൽ 155ൽ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും ഒരു പക്ഷേ. നോട്ട് യെറ്റ്, വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ എന്തായാലും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു സപ്പോർട്ട് ലെവലാണ് 150 എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അവിടെ നിന്ന് നമുക്കൊരു ബുക്കിംഗ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊരു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റോപ്പ് ലോസ് റിവിഷൻ ചെയ്യുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 155 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കും. ഓൾറെഡി അത് 152 വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. റിസ്ക് ഉണ്ട് എന്തായാലും. ഒരു 3.6Kയുടെ റിസ്ക് ഉണ്ട്. ഒരു 30 പോയിൻറ്റ്സിൻ്റെ റിസ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് 10 പോയിൻറ്റ്സ് എടുക്കാൻ പറ്റൂ. ഈവൻ ദോ നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്തു. ഗുഡ്.
എക്സിക്യൂട്ടായെന്ന് തോന്നുന്നു, നോക്കാം. യെസ്, 1.7K പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതൊരു നല്ലൊരു കൺഫർമേഷൻ ആയിരുന്നു. ഞാനത് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എൻട്രി ഡയറക്ഷൻ കൺഫേം ആവാതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അത് ലോവറിലോ വന്നതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. 23,600 ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അഗെയിൻ ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുൾ ബാക്കിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഇവിടെ ഇതുവരെയുള്ള ഡേ ലോ നോക്കുകയാണെങ്കിൽ 23,565 ആണ് ഇതുവരെയുള്ള ഡേ ലോ എന്ന് പറയുന്നത്. അപ്പോൾ 23,565 വന്നതിന് ശേഷം ഒരു പുൾ ബാക്കിന് നമ്മൾ വെയിറ്റ് ചെയ്ത് 23,620 ലെവലിലേക്ക് പുൾ ബാക്ക് വന്നു. ആ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് കൺസോൾട്ടേഷൻ ലെവലിലേക്കുള്ളൊരു പുൾ ബാക്കാണ്. ആ പുൾ ബാക്കിന് ശേഷം നമ്മൾ എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് ഡേ ലോ ലെവലിലേക്ക് നമ്മൾ ഡേ ലോ സപ്പോർട്ട് ലെവലിൽ സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ട്രേഡായിരുന്നു. എന്തായാലും ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 350 വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് ഇപ്പം എഗെയിൻ ഒരു പുൾ ബാക്ക് 140 ലെവലിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം റീ എൻട്രി ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം. എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡിൽ 1.7K പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രി കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ലെവലിൽ എൻട്രി ചെയ്യാനും കൂടി നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 10-15 പോയിൻറ്റ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരു പക്ഷേ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഹയർ ലെവൽസിൽ എൻട്രി ചെയ്തിട്ട് ആ ഒരു പുൾ ബാക്ക് ബെയർ ചെയ്ത് പിന്നെ നമ്മൾ ബ്രേക്ക് ഔട്ടിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു റിസ്ക്കും കൂടി ഇതിനകത്തുണ്ട് ഉണ്ടാകും. നമ്മൾ എൻട്രി പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. എന്തായാലും നല്ലൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രേഡായിരുന്നു. അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 1.7K ആണ് നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്.